റെയിൽവേ യാത്രാ നിരക്ക് കൊള്ളയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകൾക്ക് മുന്നിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ ഉദ്ഘാടനം ചെയ്തു. ടിക്കറ്റ് ക്യാൻസലേഷൻ ഉൾപ്പെടെയുള്ളവ റെയിൽവേ കോടികൾ കൊള്ളയടിക്കുന്നുവെന്നാണ് വി കെ സനോജ് പറഞ്ഞത്. പ്രീമിയം തൽക്കാൽ, പ്രത്യേക ട്രെയിനുകളിലെ സ്പെഷ്യൽ ഫെയർ, വെയിറ്റിംഗ് ലിസ്റ്റിലെ യാത്രക്കാരിൽ നിന്ന് ഈടാക്കുന്ന ഉയർന്ന റദ്ദാക്കൽ കൂലി തുടങ്ങി വിവിധ മാർഗ്ഗങ്ങളിലൂടെയാണ് റെയിൽവേ കോടികൾ കൊള്ളയടിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ റെയിൽവേയെ കോർപ്പറേറ്റ് വൽക്കരിക്കുന്ന കേന്ദ്ര സർക്കാർ കൊള്ളസംഘമായി മാറിയെന്നും പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത വി കെ സനോജ് പറഞ്ഞു. ചില ആളുകൾ പറയുന്നു, അയ്യോ 1 പൈസയല്ലേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ, 2 പൈസയല്ലേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. ഈ 1 പൈസയും 2 പൈസയും വർദ്ധിപ്പിക്കുമ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് ഒരു വർഷം 700 കോടിയും 800 കോടിയും 900 കോടിയും ലാഭിക്കാൻ വേണ്ടി കഴിയുന്നു. സാധാരണ നിലയിൽ ഒരു സാമ്പത്തിക വർഷം ഒരു തവണയാണ് വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോ ഒരു സാമ്പത്തിക വർഷം ഈ വർഷം 2 തവണ വർദ്ധിപ്പിച്ചു. യഥാർത്ഥത്തിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന കൊള്ള സംഘമായിട്ട് ഈ കേന്ദ്ര ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്നതിന് ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള തെളിവാണ് ഈ റെയിൽവേയുടെ അമിത കൂലി എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ഇതോടെ അല്പസമയം ഉന്തും തള്ളുണ്ടായി. തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടിയിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് നിഖിൽ ബാബു അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി എ ആർ രഞ്ജിത്ത്, നേതാക്കളായ മീനു സുകുമാരൻ, അമൽ സോഹൻ തുടങ്ങിയവരും സംസാരിച്ചു. റെയിൽവേ കൊള്ളക്കെതിരെ വരും ദിവസങ്ങളിൽ ഡിവൈഎഫ്ഐ സമരം ശക്തമാക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.